ഈശോ ഭയങ്കര കുറുമ്പനാ ചില സമയത്ത്. ഈ മറ്റേ ചക്കര ഈശോയെ, എന്റെ ചക്കര ഈശോയെ, ഐ ലവ് യു ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ നടക്കുന്ന ഒരു 33-കാരനുണ്ടല്ലോ, ആ ഈശോയോടുള്ള പ്രണയം അത് എന്താ പറയാ, ഒരു ഭയങ്കര രസമാണ്, ഭയങ്കര ത്രില്ലാ അതിങ്ങനെ അനുഭവിച്ച് കഴിയുമ്പോഴേ. ഞാൻ ഈശോയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്നേഹം ഈശോയ്ക്ക് വേണമെന്ന് ഒറ്റ പ്രാവശ്യം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഈശോയുടെ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈശോയെയാ. ഞാനിങ്ങനെ ഈശോയ്ക്ക് സർപ്രൈസ് കൊടുത്തു വിടുവായിരുന്നേ. ഈശോയോട് ഭയങ്കര പ്രണയമാണ്, അങ്ങനെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു നടന്നിട്ടേ സിസ്റ്ററിന് തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടിയല്ലോ എന്ന് പറയും. ഡു യു റിയലി ലവ് മീ? നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുള്ളൂ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈശോ നോക്കി തന്നെയാ ഈശോയുടെ കണ്ണിലുണ്ടായിരുന്ന വേദനയല്ല, എന്നോടുള്ള പ്രണയമാണ്. എന്റെ കുറവുകളും എല്ലാം അറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് അല്ലാതെ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കും, ഉണ്ട് 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 അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്നേ. എനിക്ക് ഈശോയ്ക്ക് എന്റെ അപ്പന് എന്നോടുള്ള പ്രണയമാണ് വിശുദ്ധ കുർബാന. അതിലപ്പുറം വലിയ തിയോളജി ഒന്നും എനിക്ക് പറയാനില്ല. മനസ്സ് മുറിഞ്ഞ് വേദന എടുത്ത് കുർബാനയായി തീർന്നവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവളാ. ചെറിയ ചെറിയ പരാതികൾ വരുമ്പം, ചെറിയ ചെറിയ സങ്കടം വരുമ്പം ഞാൻ പരാതിപ്പെടാൻ പാടുണ്ടോ? ബലഹീനതകൾ കൊണ്ടൊരു പ്രണയം, അതല്ലാതെ വേറൊന്നുമില്ല. എന്റെ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ കൂടെയുള്ളവരോട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട് പറയണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓർത്തോ, ഈശോയുടെ തുടുപ്പ് അവിടെ കുറഞ്ഞു. ഈശോയെ ഒന്നിനു വേണ്ടി അല്ലാതെ എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം, എന്നെ സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെ ഈശോയെ സ്നേഹിക്കണം എന്ന് എല്ലാരും ഇങ്ങനെ പറയുമായിരുന്നേ ഞാൻ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത്. പക്ഷെ നമുക്കങ്ങനെ ഈശോയെ സ്നേഹിക്കണം എന്ന് എല്ലാരും പറഞ്ഞാൽ പോലും അത് ഈശോയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈശോയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങ് എന്റെ സ്നേഹം ഈശോയ്ക്ക് വേണം എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ബോധമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മഠത്തിൽ വരണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. ആകെ ഒരു കൺഫ്യൂഷനുള്ള സമയമായിരുന്നു. അപ്പൊ ഈശോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും, പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതൊരു സ്നേഹമാണ്, ഈശോയ്ക്ക് എന്റെ സ്നേഹം വേണം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരാനുള്ളതൊന്നും വന്നില്ല. അപ്പം സൺഡേ ശാലോമില് സൺഡേ മാഗസിനില് ബോബി അച്ഛന്റെ ഒരു കുഞ്ഞ് എഴുത്ത് വന്നു. അതിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഈശ്വരൻ എന്റെ അങ്കണത്തിലെത്തി ഭിക്ഷ യാചിച്ചു, മുട്ടിന്മേൽ നിന്ന് ഞാൻ നിലവിളിച്ചു, പൊന്നേ നിനക്ക് എന്ത് വേണം? സ്നേഹം സ്നേഹം മാത്രമെന്ന് കർത്താവ് പറഞ്ഞത്. അന്ന് ആ ഒരു മൂന്നാല് വരികയേ ഉള്ളൂ. എനിക്ക് അന്ന് ഞാൻ കുറേ കരഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പേപ്പർ കട്ടിങ് വായിച്ച് ഞാനൊന്ന് കുറേ കരഞ്ഞു, ഒരുപാട്. അപ്പൊ എനിക്ക് തോന്നി ഈശോയ്ക്ക് എന്റെ സ്നേഹം വേണം, ഈശോയ്ക്ക് എന്റെ സ്നേഹം വേണം എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു സമയമായിരുന്നു അത്. അന്നാ ഞാൻ തിരിച്ചറിഞ്ഞത് ഈശോയ്ക്ക് എന്റെ സ്നേഹം വേണം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും ഈശോയെ സ്നേഹിക്കണം എന്ന് എല്ലാരും പറയും. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാരും ഈശോയ്ക്ക് ഉണ്ടല്ലോ, ഞാൻ ഈശോയ്ക്ക് സ്പെഷ്യൽ ആണോ അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ ഈശോയ്ക്ക് സ്പെഷ്യൽ ആണോ? എല്ലാരും ഈശോയ്ക്ക് ഉണ്ടല്ലോ, എല്ലാരും ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, അപ്പൊ ആ കൂട്ടത്തില് ഞാനും. പക്ഷെ അങ്ങനെയല്ല. അത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ ഞാൻ ഒത്തിരി കരഞ്ഞു. അതുകൊണ്ട് എന്റെ സ്നേഹം ഈശോയ്ക്ക് വേണം, ഞാൻ ഈശോയ്ക്ക് സ്പെഷ്യലാണ്, ഞാൻ ഈശോയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്നേഹം ഈശോയ്ക്ക് വേണമെന്ന് അന്ന് അവിടുന്ന് ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തതാണ്. ഈശോയുടേതാവാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പിച്ചൊരു തീരുമാനം എടുത്താണ് എനിക്ക് പോകുന്നത്, മഠത്തിൽ വന്നത്. പല പല പടികളുണ്ട് പ്രണയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ സ്നേഹത്തിൽ നിന്ന് പിന്നെ ഈശോയായിട്ടുള്ള പ്രണയത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഒത്തിരി കുറച്ച് നാൾ എടുക്കേണ്ടി വന്നു കേട്ടോ. ഫോർമേഷന്റെ സമയത്തൊക്കെ ആണെങ്കിലും ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുവേ, ഈശോയുടെ എല്ലാ കാര്യങ്ങളും പറയണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു സിസ്റ്റേഴ്സ്, നോക്കുന്നവരൊക്കെ. ഈശോയുടെ എല്ലാ കാര്യങ്ങളും പറയണം, ഈശോയുടെ കൂടെ ആയിരിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ എന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയും, പക്ഷെ ചാപ്പലി വെച്ച് മാത്രമേ പറയുള്ളൂ. നമ്മൾ ഈ ഡയറി ഒക്കെ എഴുതില്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങളും നടന്ന ആ സമയത്തൊന്നും പറയുകയില്ല. എല്ലാം അവസാനം വന്ന് ചാപ്പലിരുന്ന് പറഞ്ഞാലേ ഈശോ കേൾക്കൂടൂ, ചാപ്പലിരുന്നാൽ ഈശോ എങ്ങനെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പൊ എല്ലാം വള്ളിപുള്ളി വിടാതെ ഈശോയുടെ ചാപ്പലി വന്നിരുന്ന് പറയും. വേറെ ഇങ്ങനെ കൂടെ നടന്ന് അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്നേഹമാണ്, പക്ഷെ അതൊരു പ്രണയത്തിലേക്ക് വളർന്നത് യോശീറ്റ് കാലഘട്ടത്തില. ഫൗസ്റ്റീന പുണ്യവതിയുടെ കരുണയുടെ ഡയറി വായിച്ചത് ആ സമയത്താണ്. അപ്പൊ അതിനകത്ത് ഈശോ ഭയങ്കര കുറുമ്പനാ ചില സമയത്ത്. ഇനി വണ്ടറടിച്ചിട്ടുണ്ട് ആ ഡയറി വായിച്ചിട്ട്. ഈശോ ഇങ്ങനെയൊക്കെ കൂടെ നടക്കുവോ, ഈശോ ഇങ്ങനെയൊക്കെ പറയുവോ, ഈശോ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊക്കെ ഒത്തിരി വണ്ടറടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊതിയോട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വായിച്ചിട്ടൊക്കെ ഉണ്ട് ഫൗസ്റ്റീനയുടെ ഡയറി. അത് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ഈശോയെ പ്രണയിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. അപ്പൊ ഞാനിങ്ങനെ അത് കഴിഞ്ഞ പിന്നെ എല്ലാ കാര്യങ്ങളിലും
ഈശോയോട് ഇങ്ങനെ പറയും. ചാപ്പലിൽ പോയിട്ടല്ല, എല്ലാ സ്ഥലത്തും. ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ചവർക്കറിയാം, ഫൗസ്റ്റീന എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം ഈശോ ഉണ്ട്. ഫൗസ്റ്റീന കൂടെയുള്ള ഒരു സഹോദരിയെ ജന്മദിനം ആശംസിക്കാൻ എങ്ങാണ്ട് ഒരു റോസാപ്പൂ പറിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നതിന് പോലും ഈശോ കുശുമ്പ് കുത്തുന്ന ഒരു ഈശോയെ കാണുന്നുണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ എനിക്ക് തരാതെ നീ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കുവാണോ എന്ന് ചോദിച്ചിട്ട് അതിങ്ങനെ കൊതിയുടെ അത് ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഈശോയോട് ഇങ്ങനെ ആവണം, ഇങ്ങനെ ഒരു പ്രണയം തോന്നണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ചാപ്പലി മാത്രമല്ല, പോകുന്ന സമയത്തല്ല, എവിടെയൊക്കെ പോയോ അവിടെയല്ല, ഞാൻ നടക്കുമ്പോ ഒക്കെ എന്റെ കൂടെ നടക്കുന്ന ഈശോ, ഞാൻ ഇരിക്കുമ്പോ എന്റെ അടുത്തിരിക്കുന്ന ഈശോ. പിന്നെ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നു ഞാൻ കരയുവാണേ, എനിക്ക് തോന്നുന്നു എന്റെ ഈശോ എന്റെ അടുത്തിരുന്ന് കരയുവോ, ഇങ്ങനെ തോളത്ത് കെട്ടിക്കൊണ്ട് സാരില്ല മോളെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഈശോയോട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഈശോയെ ഐ ലവ് യു. ഞാൻ എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഭയങ്കര സ്നേഹം തോന്നുവേ ചില സമയത്ത്. അപ്പം ഇങ്ങനെ ഈ മറ്റേ ചക്കര ഈശോയെ, എന്റെ ചക്കര ഈശോയെ ഐ ലവ് യു ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും സ്നേഹം തോന്നുന്നു. പിന്നെ നമുക്കിങ്ങനെ ചില സമയത്തൊക്കെ ഭയങ്കര സന്തോഷം തോന്നും, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ നമ്മൾക്ക് ഇപ്പം നമ്മുടെ അമ്മയുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് ചിലപ്പോൾ കെട്ടിപ്പിടിക്കും. എനിക്കൊക്കെ വീട്ടില് അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എന്റെ സങ്കടമൊക്കെ കുറെ മാറുമായിരുന്നു. അല്ലെ അടുത്ത നമ്മുടെ സുഹൃത്തുക്കളോടൊന്ന് നമുക്ക് തല ചായ്ക്കാനൊരു തോട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ കുറെ മാറും. അപ്പൊ ഞാനിങ്ങനെ കണ്ണടച്ച് ഈശോയുടെ അടുത്ത് നിന്നിട്ട് അങ്ങനെ സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ പറയുമായിരുന്നേ, ഈശോയെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ പ്ലീസ്, ഒറ്റ പ്രാവശ്യം എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു ഈശോയുടെ അടുത്ത് കണ്ണടച്ച്. അപ്പൊ നമുക്കിങ്ങനെ എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്, എന്റെ ഈശോ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്റെ ഈശോ എന്റെ എല്ലാ പ്രശ്നങ്ങളും എന്റെ ഈശോ കാണുന്നുണ്ട്, എന്റെ സങ്കടങ്ങളെല്ലാം മാറ്റി തരുന്നുണ്ട്. ഈശോ എന്നെ പ്രണയിക്കുക. ഞാനല്ല ആദ്യം ഈശോയെ കണ്ടത്, ഞാനല്ല ഈശോയെ സ്നേഹിച്ചത്, എന്റെ ഈശോ എന്നെ പ്രണയിക്കുക എന്നുള്ള ആ ഒരു ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഈശോയോട് പ്രണയമാണ്, പരിശുദ്ധ തൃത്വത്തോട് സ്നേഹമാണ്. ഞാനിങ്ങനെ ഓർക്കുവേ, സങ്കീർത്തനം ഇങ്ങനെ ഭയങ്കര ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സങ്കീർത്തന 2-ാം സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ഓർക്കും, അപ്പൻ പിതാവായ ദൈവം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തോണ്ടേ, നീ എന്റെ പുത്രനാണ്, നീ എന്റെ പുത്രിയാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് പറഞ്ഞിങ്ങനെ ചങ്കോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് വിഷമമൊക്കെ വരുമ്പോ ഞാൻ അങ്ങനെ ഓർക്കുവേ. അങ്ങനെ ഓർത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഭയങ്കര സ്നേഹം തോന്നും. കർത്താവെ നീ എങ്ങനെയാ ഇങ്ങനെ സ്നേഹിക്കുന്നേന്ന് ഓർത്തേ. പിന്നെ ഈശോയുടെ നേരിട്ട് മാത്രമല്ല കേട്ടോ, ഈശോയുടെ എപ്പോഴും പറയുമായിരുന്നു, ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു, ഈശോയെ ഐ ലവ് യു, ഈശോയെ ചക്കര ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈശോയെയാ. നമുക്ക് എന്ത് വിഷമം വന്നാലും സങ്കടം വന്നാലും എന്തെങ്കിലും കാര്യം പറയണ്ടെങ്കിലും ഒക്കെ ഈശോയെ പ്ലീസ്, ഈശോയെ പ്ലീസ്, അങ്ങനെയാ പോയി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാനിങ്ങനെ ഈശോയ്ക്ക് സർപ്രൈസ് കൊടുത്തു വിടുവായിരുന്നേ എന്റെ കാവൽ മാലാഖയുടെ കയ്യില്. ഞാനത് വേറൊരു ഷെയറിങ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ നേരിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇത് എപ്പോഴും നമ്മളോട് ഒരാള് നേരിട്ട് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നില്ലേ എപ്പോഴും. അപ്പൊ ഞാനിങ്ങനെ എന്റെ കാവൽ മാലാഖയോട് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, എന്റെ കാവൽ മാലാഖയെ ലോകമെങ്ങുമുള്ള എല്ലാ സക്രാരികളിലും പറന്നു ചെന്ന് എന്റെ ഹൃദയം ഈശോയ്ക്ക് മാത്രമുള്ളതാണെന്ന് ഈശോയോട് പറയണമേന്ന്. എന്റെ കാവൽ മാലാഖയെ ലോകമെങ്ങുമുള്ള എല്ലാ സക്രാരികളിലും പറന്നു ചെന്ന് എന്റെ ഹൃദയം ഈശോയ്ക്ക് മാത്രമുള്ളതാണെന്ന് ഈശോയോട് പറയണമേ. അപ്പൊ അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കും അതൊരു ഭയങ്കര ഫീലാണ്. നമ്മളിങ്ങനെ ചുമ്മാ ചൊല്ലുമ്പോ നമുക്കൊന്ന് തോന്നുകയല്ലേ, നമ്മളിങ്ങനെ കാവൽ മാലാഖ ഇങ്ങനെ എന്റെ ഹൃദയവും കൊണ്ട് ഇങ്ങനെ ചെല്ലുക. ഓരോ സക്രാരിയുടെ ഓരോ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ലോകത്തിന്റെ കോണിലുള്ള ഓരോ സക്രാരിയുടെ അടുത്തും എന്റെ ഹൃദയവും കൊണ്ട് പോകുന്ന കാവൽ മാലാഖ. അത് എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കേ, ആ സക്രാരിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോ ഈശോ ഇങ്ങനെ സക്കറാടി ഉള്ളിലിരുന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ട്, ആ എന്റെ ഷാരോണിന്റെ ഹൃദയം, എനിക്കുള്ള ഹൃദയം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഈശോയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമ്മൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേ. അപ്പം ആ ഓരോ സമയത്തും ഇങ്ങനെ ഓർക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചൊല്ലുമായിരുന്നു, എന്റെ കാവൽമാലാഖയെ ഇങ്ങനെ കൊണ്ടുപോകണേന്ന്. അപ്പൊ നമുക്ക് പറന്നു പോകാൻ പറ്റുമോ? നമുക്ക് ചിറകുകളൊന്നുമില്ല പറന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നമ്മള് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചേ ഇന്ന് എന്തോരം പള്ളികളുണ്ട് ലോകത്ത്, എന്തോരം സക്രാരികളുണ്ട്. ഇന്ന് കാണുന്ന സക്രാരിയിലായിരിക്കില്ലേ നാളെ കാവൽമാലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതേ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച്. അപ്പം നമ്മളിങ്ങനെ ഈശോ ഇരിക്കുന്ന ഓരോ സ്ഥലത്തും നമ്മുടെ ഹൃദയം ഇങ്ങനെ കെടാവിളക്കായിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഈശോയുടെ അടുത്തിരിക്കുന്ന കെടാവിളക്ക് പോലെ അങ്ങനെ പൊക്കോണ്ടിരിക്കുക എന്ന് ഓർക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിലപ്പോ ഓർക്കും ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് എപ്പോഴും ഈശോയെ ഞാൻ പ്രണയിക്കുന്നു, ഓക്കെ ഈശോയെ ഞാൻ പ്രണയിക്കുന്നു, അപ്പൊ എനിക്ക് എപ്പോഴും ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈശോയെ ഞാൻ പ്രണയിക്കുന്നു, ആ പ്രണയത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നൊക്കെ ഓർക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു.
അപ്പം നമുക്ക് എതിരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമെന്നൊക്കെ തോന്നൂലേ. ഞാൻ ചെയ്തോണ്ടിരുന്ന ഒരു കോഴ്സ് എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ആ സമയത്തൊക്കെ ഞാൻ ജീസസ് യൂത്തില്, അവിടെ ഉണ്ടായിരുന്ന ജീസസ് യൂത്തിന്റെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അവരുടെ പ്രെയർ മീറ്റിങ്ങുകളിലൊക്കെ പോകുമായിരുന്നു. പിള്ളേരെ കുറച്ച് ഗൈഡ് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നേ. അപ്പൊ ഓരോ പ്രാവശ്യം ഇങ്ങനെ പിള്ളേരോട് ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തെ കുറിച്ചും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറച്ചില് മാത്രമല്ലല്ലോ, നമുക്ക് ജീവിക്കാൻ പറ്റണ്ടേ. അപ്പൊ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു, നമ്മള് ജീവിക്കുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുമായിരുന്നേ. അപ്പം ഈശോയോട് ഇങ്ങനെ ഈശോയെ സ്നേഹിക്കണം, ഈശോയ്ക്ക് ഇങ്ങനെ ഭയങ്കര സ്നേഹം, ഈശോ അടിപൊളിയാ അങ്ങനെ പറയുമായിരുന്നു. ഞാനേ നമ്മളെ പുസ്തകത്തിൽ വായിച്ചറിയുന്ന ഒരു ഈശോ അല്ല, നമ്മുടെ കൂടെ ഇങ്ങനെ ലൈവായിട്ട് പോകുന്ന ഒരു ഈശോ വേണേ. അപ്പൊ ഞാൻ എന്റെ പിള്ളേരോടൊക്കെ ഇങ്ങനെ പറയുന്നു, ഈശോ അടിപൊളിയാ. അവരെന്ത് കാര്യം ചോദിച്ചാലും അവരിങ്ങനെ എന്ത് സ്ട്രഗിളിലല്ല, ഞാൻ പറയും ഈശോ അടിപൊളിയാ, ഈശോ ചെയ്തു തരുന്നേ, നിങ്ങൾ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ, ഈശോ അടിപൊളിയാന്ന് പറഞ്ഞ ഈശോ പിള്ളേരെ ചാപ്പലിലേക്ക് വിടുമായിരുന്നേ. അപ്പൊ ഞാനൊരു 3-4 പ്രാവശ്യം എക്സാം എഴുതി. എല്ലാ പ്രാവശ്യവും 1 മാർക്കിന് 2 മാർക്കിനൊക്കെ പോകുകയെ. അപ്പം 2 പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞിട്ടും കിട്ടിയില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ, എന്താ സിസ്റ്റർ ഇത്, സിസ്റ്റർ ഇങ്ങനെ ഈശോയുടെ ആളായിട്ട് നടന്നിട്ട് സിസ്റ്റർ ഇങ്ങനെ ഈശോട് ഭയങ്കര ലവ് ആണ്, ഈശോട് ഭയങ്കര പ്രണയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നടന്നിട്ടേ സിസ്റ്ററിന് തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടിയല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ വാശിയോട് പറയും, അല്ല ഈശോയ്ക്ക് സ്നേഹം കൂടുതലുള്ളവരെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുമായിരുന്നു വാശിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 3ാമത്തെ തവണ ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തൊട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുള്ള പ്രെയർ മീറ്റിംഗ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം പിള്ളേർക്ക് ഇങ്ങനെ നമ്മുടെ ടെൻഷൻസ് എങ്ങനെ ഇതാവാം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ, അതായത് നമുക്ക് ഈ തകർച്ചയൊക്കെ വരുമ്പോൾ കർത്താവ് തന്നെയാണോ നമ്മുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞേ, എനിക്ക് പെട്ടെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതാ കിട്ടിയത്. അപ്പൊ ഞാൻ ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴി കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ എപ്പോ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് ഈ ഭാഗമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നേ. ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴി കിടക്കുന്നതും അവിടെ നിന്നിട്ട് എന്താ ആ രാജാവ് വന്ന് ദാനിയേലെ, നിന്നെ സിംഹങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇതിൽ നിന്ന് നിന്റെ രാജാവ് ഇങ്ങനെ ചോദിക്കുന്നത്, നിന്റെ ദൈവം ഈ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പ്രാപ്തനായിരുന്നു. അപ്പൊ എന്റെ ദൈവം എന്നെ ഈ സിംഹങ്ങളിൽ നിന്ന് മാത്രം എല്ലാത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറയുന്ന ദാനിയേലിന്റെ ഭാഗമേ. ഞാൻ ഭയങ്കര ആവേശത്തോടെ അങ്ങ് പ്രെയർ മീറ്റിങ്ങിന് പറഞ്ഞു. അങ്ങനെയാണ്. അതുകൊണ്ട് എന്നിട്ട് ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞേ, ഈ പരീക്ഷയ്ക്ക് ഞാൻ തോക്കുവാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എപ്പോഴും ഈശോയിൽ സന്തോഷിക്കുന്നു. അപ്പൊ നമ്മൾ ജീവിച്ച് കാണിക്കണ്ടേ, അതുകൊണ്ട് ആ പരീക്ഷയ്ക്ക് ഞാൻ പൊട്ടി. ഇപ്പൊ പിള്ളേരെല്ലാരും ഇങ്ങനെ എന്റെ അടുത്ത്, ഞാൻ അന്ന് എനിക്ക് നമ്മൾ സാക്ഷ്യമായിട്ട് പറഞ്ഞ കാര്യമാ. അപ്പൊ നമുക്കിങ്ങനെ ഞാനിങ്ങനെ പരീക്ഷയ്ക്ക് ഫെയിലായി, പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. ദൈവകൃപയാൽ ഞാനിങ്ങനെ ഈശോ കൂടെയുണ്ട്, നമ്മുടെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ നമുക്കൊരു ദൈവം ഉണ്ടെന്നേ, പിന്നെ എന്തിനാന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു, ഐ ലവ് യു ഈശോ, എനിക്കൊരു കുഴപ്പമില്ല. പിള്ളേരൊക്കെ വന്നിട്ട് എന്നോട്, സിസ്റ്ററെ ഇനിയെങ്കിലും ഇതൊന്ന് മാറ്റി പിടിച്ചൂടെ, സിസ്റ്റർ ഇങ്ങനെ ഈശോ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, സിസ്റ്ററിന് ചുമ്മാ തോന്നുന്നയാ, സിസ്റ്റർ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയുന്നയാ, ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടുത്തുവോ, നമുക്ക് സ്നേഹമുള്ള ഒരാളെ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുത്തുവോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ എപ്പോഴും പറയില്ല ഈശോ അടിപൊളിയാ, അപ്പൊ ഈശോ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഈശോയ്ക്ക് ഇതായിരിക്കും ഇഷ്ടം, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ അവസാനത്തെ ചാൻസ് വന്നു. അവസാനത്തെ ചാൻസില് പരീക്ഷ എഴുതി കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഈ 1-2 മാർക്കിനെ പോകുന്നത്. ഇനി എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റില്ല, എനിക്ക് ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞായിരുന്നു കിട്ടും, എല്ലാരും പറഞ്ഞൊരു കാര്യം കിട്ടും. ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചതാക്കി, എല്ലാരും ഒരുപാട് പ്രാർത്ഥിച്ചേ. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടിന് ഇങ്ങനെ വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന സമയം, അപ്പോഴും നമ്മള് പ്രെയർ മീറ്റിംഗ്, അത് നമുക്ക് ഇങ്ങനെ ആവർഷം പറിച്ചിട്ട് ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതിങ്ങനെ നമുക്ക് മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ആ പരീക്ഷയ്ക്കും ഞാൻ ഫെയിലായി. അന്ന് നമ്മളിങ്ങനെ ഉള്ളിലെന്താ, പിള്ളേരെല്ലാരും ഇങ്ങനെ സിസ്റ്റർ, കാരണം എനിക്ക് ആ കോളേജ് വിട്ട് പോരട്ടെ, എനിക്ക് ഇനി ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു. ശരിക്കും പറഞ്ഞ 1 മിനിറ്റ് ഞാൻ സ്റ്റക്കായിട്ട് നിന്നു. കാരണം നമുക്ക് ഇത് ദൈവഹിതമാണ്, ശരിയാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ മിന്നലടിക്കുമ്പം അതേ സൈഡിൽ നിന്ന് മിന്നലടി കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴൂലേ. നമുക്ക് അത് പെട്ടെന്ന് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ ആ സാക്ഷ്യത്തിനൊരു എതിർ സാക്ഷ്യം കൊടുക്കാൻ എന്റെ കർത്താവിനെ അനുവദിച്ചില്ല കേട്ടോ. ഞാൻ അവരുടെ കൂടെയൊക്കെ ആയിരുന്നപ്പോഴും പിള്ളേരൊക്കെ ഇങ്ങനെ പോയി, സിസ്റ്റർ ഇത്രയും സാക്ഷ്യം പറഞ്ഞ ആളാ ഈ കോളേജില്, ജീസസ് യൂത്തിന്റെ ഇതില് സിസ്റ്റർ ഇത്രയും സാക്ഷ്യം പറഞ്ഞ ആളാണ്, ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് ഘോരം പ്രഘോഷിച്ച ആളാ. അതിട്ട് സിസ്റ്ററിന്റെ ലൈഫ് അവര് നോക്കുമ്പോ എന്താ, ഫുള്ള് തകർച്ച. ഈ ഒരു പരീക്ഷയുടെ കാര്യം അവര് നോക്കുമ്പോ ഫുള്ള് ഫെയിലിയർ. എന്നോടൊരു മിസ് പറഞ്ഞു,
ഫെയിലിയർ എന്ന് പറഞ്ഞു എന്നോട് എന്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ നമുക്ക് അന്ന് എനിക്ക് അങ്ങനെ വിഷമം വന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അതിലും വലുത് എന്റെ സമർപ്പിത ജീവിതം. എന്റെ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്റെ വ്രത ജീവിതം, എന്റെ സമർപ്പണ ജീവിതമാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. എന്റെ ഈശോ എന്നെ വിളിച്ചിങ്ങനെ എന്താ പറയാ ചങ്കോട് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവന്നേ. അപ്പൊ അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നുമില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളവരോടെ ഈശോ ഇങ്ങനെ പെരുമാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇടയ്ക്ക് ഞാനൊന്നിങ്ങനെ അപ്പൊ ജീസസ് യുദ്ധത്തിൽ തന്നെ ഒരു കൊച്ച് എനിക്ക് മെസ്സേജ് അയച്ചു, സിസ്റ്റർ എപ്പോഴും പറയും, സിസ്റ്ററെ ഒരിക്കലും സങ്കടപ്പെടരുത്, സിസ്റ്റർ എപ്പോഴും പറയാറില്ലേ ഈശോ അടിപൊളിയാണെന്ന്, ഈശോ അടിപൊളിയായിട്ട് സിസ്റ്ററിന്റെ വഴി തിരിച്ചു വിടുന്നത്, അടിപൊളിയായിട്ട് വഴി തിരിച്ചു വിടുന്നത്, അങ്ങനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അതൊക്കെ പറഞ്ഞപ്പോ നമ്മൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പിള്ളേർ നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ കുറച്ചുകൂടി ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം. ഒരു സമയത്ത് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നമ്മുടെ ചുറ്റും പൊതിഞ്ഞു നിന്നിട്ടേ എന്നാൽ ഇത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ ഇനി ഈ ഒരു കോഴ്സിന് പറ്റില്ല, പിന്നെ ഇനി എന്താ ചെയ്യണ്ടേ, ഇത് എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞപ്പോ ശരിക്കും എനിക്ക് ഈശോയുടെ പ്രസൻസ് ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലേ മനസ്സുകൊണ്ട് അങ്ങനെ ഇനി ഉള്ളിലിരുന്ന് വിങ്ങുവാ, മനസ്സുകൊണ്ട് പറയാൻ പറ്റാത്തതുപോലെ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര സങ്കടം വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചന ഹബക്കൂക്ക് പ്രവാചന പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒരു മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും, എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വചനെ. അപ്പൊ ഞാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ആ പാട്ട് പാടുമായിരുന്നു, ഒരു 4 വരി കോറസ്. പരീക്ഷകൾ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കവൻ കരുതിയിട്ടുണ്ട്, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. കണ്ണിലൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ ആയിരിക്കും ഇത് പാടുന്നതേ. ഭയങ്കര ഉറപ്പൊടിയൊന്നുമില്ല, ഭയങ്കര കരഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ ആയിരിക്കും ഇത് പാടുന്നതൊക്കെ. പക്ഷെ ആ സമയത്ത് പിന്നെ എനിക്കിങ്ങനെ ഞാൻ ശരിക്കും ഇങ്ങനെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എല്ലാരും നോക്കുമ്പോ ഞാൻ ഇത്രയൊക്കെ എല്ലാരും പറയുന്നതാണ്, ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഈശോ സ്നേഹിക്കുന്നുണ്ടോ ഒരു തെളിവ് ആർക്കും കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഇപ്പം എന്താ പറയാ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് അയാൾ എപ്പോഴും വിജയിച്ച് വരുവാണെങ്കിലേ ഈശോ കൂടെ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് കുറെയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ചാപ്പലിൽ ചെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പൊ അടക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ചാപ്പലിൽ ചെന്ന് നിന്ന് ഞങ്ങൾക്ക് നിത്യാരാധന ഉണ്ടേ. അപ്പം സക്രാരിയുടെ മുന്നിൽ നിന്ന് സക്രാരിയിലേക്ക് നോക്കി ഇങ്ങനെ ചോദിച്ചേ, ഡു യു റിയലി ലവ് മീ, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുള്ളൂ, എനിക്ക് അറിയാൻ മേലെ ചോദിക്കാന്ന്. പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ നോക്കിയത് കുരിശുരൂപത്തിലേക്കായി പോയി. എനിക്ക് ഇങ്ങനെ ചങ്ക് പറഞ്ഞു പോകുന്ന പോലെ തോന്നി. കുരിശുരൂപത്തിൽ ഇങ്ങനെ കിടന്നേ ഞാനിങ്ങനെ ഈശോയെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ഈശോ എന്നോട് പറയുന്നു തോന്നി, കുരിശിലിങ്ങനെ കൈ പിടിച്ച് കിടന്നിട്ട് സ്റ്റിൽ ഐ ലവ് യു. അന്ന് ഞാൻ കുറെ കരഞ്ഞു. കാരണം ഞാൻ തോറ്റത് കൊണ്ടൊന്നുമല്ല, ഈശോയുടെ പ്രണയത്തിന് മുമ്പിൽ തോറ്റുപോയതുകൊണ്ടാ. അന്നിങ്ങനെ മനസ്സിലോർത്തേ ഈ കാൽവരി കൂടെ ഈശോ ഇങ്ങനെ ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഓരോ കാര്യങ്ങളെ ഈശോ ഇങ്ങനെ കുരിശ് ചുമന്ന് ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഈശോ കാൽവരി കയറുമ്പോള് ഈശോ ഓരോ പ്രാവശ്യം വീഴുമ്പോഴൊക്കെ ഈശോ നോക്കിയത് എന്നെയാ. അങ്ങനെ ആ സമയത്ത് എന്റെ മനസ്സിൽ ചിന്ത വന്നേ, ഈശോ നോക്കിയത് എന്നെയാ. ഈശോയുടെ കണ്ണിലുണ്ടായിരുന്ന വേദനയല്ല, എന്നോടുള്ള പ്രണയമാണ്. പിന്നെ ഈശോ ഇങ്ങനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടിയിട്ട് ഈശോയെ കൊണ്ടുപോയപ്പോഴും ഓരോ ആണി ഈശോയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചിറക്കിയപ്പോഴും ഈശോയ്ക്ക് ഓരോ വേദന വന്നപ്പോഴും ഈശോയുടെ കണ്ണിലുണ്ടായത് വേദനയല്ല, എന്നോടുള്ള പ്രണയമാണ്. അന്ന് ഞാൻ കുറെ കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വ്രതം ചെയ്ത് ഒരു സമർപ്പിതയായി ജീവിച്ചു കഴിഞ്ഞിട്ട് കർത്താവിന്റെ പ്രണയം ഓർത്ത് ഞാൻ അങ്ങനെ ചങ്കുപൊട്ടി കരഞ്ഞത് ആ സമയത്ത്. അങ്ങനെ എനിക്ക് എന്തിനാ ഈശോ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേന്നേ, നമ്മുടെ മുമ്പിൽ എന്തോരം തകർച്ചകൾ ഉണ്ടായാലും ഇതുണ്ടായാലും എന്തിനാ കർത്താവ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ. പിന്നെ ആ പ്രസൻസ് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ എന്റെ മനസ്സിലോർത്ത് ഈശോയെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു, എനിക്കറിയാം എന്റെ കൂടെ ഉണ്ട്. ഈവൻ എനിക്കത് ഇങ്ങനെ നീ എന്റെ കൂടെ ഉണ്ടോന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഒന്നും ഇല്ലെങ്കിൽ പോലും ഈശോയെ ഐ ബിലീവ് യു, ഐ ട്രസ്റ്റ് ഇൻ യു. ഇങ്ങനെ തന്നെയായിരുന്നു കുറെ നാളെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരേ ലെവലില്, അതിപ്പോ
ഈശോയോട് ഭയങ്കര പ്രണയം, അസ്ഥിക്ക് പിടിച്ച പ്രണയാന്നൊക്കെ പറഞ്ഞാലേ ഒരേ ലെവലിലൊന്നും അങ്ങ് പോവുകയല്ല. ഇങ്ങനെ പക്ഷെ ഇങ്ങനെ ഒരു സങ്കടം എനിക്ക് വന്നു കഴിഞ്ഞപ്പോ അതൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി. എനിക്ക് എന്റെ ഈശോ മതി. വേറെ എന്ത് തോൽവിയൊക്കെ എന്ത് പോട്ടെ, അതൊക്കെ പോട്ടെ, ഒന്നുമല്ല. എനിക്ക് എന്റെ ഈശോ മാത്രം മതി. ഈശോയുടെ പ്രണയം മാത്രം മതി. അങ്ങനെ ഒരു ചിന്തയായേ. അത് കഴിഞ്ഞ് ഇന്നേ വരെ ആ ഒരു കാര്യത്തെ ഓർത്ത് ഞാൻ ഇന്ന് വരെ സങ്കടപ്പെട്ടിട്ടില്ല. ആ ഒരു കാര്യത്തെ ഓർത്ത്. അത് കർത്താവിന്റെ ഒരു വഴിയുണ്ട്. ഈശോയുടെ പ്രണയം ഈ ഫുൾട്ടൻ ജേഷീന്റെ ഒരു കഥ ഓർമ്മ വരുവാണേ. ഫുൾട്ടൻ ജേഷീൻ ഒരു പ്രസംഗം പറഞ്ഞാണേ, ഈശോ നമ്മളിങ്ങനെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ഈശോ ഇങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ തപ്പി നോക്കൂന്ന്. നമുക്ക് എവിടെയൊക്കെ മുറിവുകൾ ഉണ്ടെന്ന് ഇങ്ങനെ പരതി നോക്കുന്നേ. അപ്പൊ അത് എന്തിനാന്ന് ഇങ്ങനെ കൂടെയുള്ള അച്ഛന്മാർ ചോദിച്ചു, അത് എന്നത്തിനാ ഈശോ കയറി നമ്മളിങ്ങനെ ചെന്ന് കഴിയുമ്പോ അങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം ഫുൾട്ടൻ ജേഷീൻ പറയുന്നുണ്ട്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഭൂമിയിൽ വെച്ച് എന്തോരം മുറിവുകൾ ഉണ്ടായെന്ന് ഈശോ നോക്കുന്നേ. ആ മുറിവിന്റെ അനുസരിച്ചാ സ്വർഗത്തിൽ സ്ഥാനം കിട്ടുന്നേന്നേ. അതിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞേണേ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും പീഡകൾ സഹിച്ച ഒരാള് ഈ ലോകത്തില് എന്നെ ഇത്രയും മനസ്സിലാക്കിയ ഒരാൾ വേറെ ഉണ്ടാവില്ല. ഇത്രയും ഈശോയുടെ സ്നേഹമാണ്. ഞാൻ ഒത്തിരി തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് ഈശോയുടെ അടുത്തിരുന്നിട്ടേ. ഈശോയെ ഞാൻ ഇനി ഇങ്ങനെ തന്നെ പോണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടേ. അപ്പൊ ഒക്കെ നമുക്കിങ്ങനെ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കും നമ്മുടെ ഹൃദയം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെതിരെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പം, അല്ലെ നമുക്കൊരു വീഴ്ച വന്നു കഴിയുമ്പോഴേ സങ്കടത്തോടെ ഈശോയുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്റെ ഈശോയെ നീ എന്തിനാണ് എങ്ങനെയാ ഈശോയെ നിനക്ക് ഇങ്ങനെ ഇത്രയും അധികമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നേന്നേ. നമുക്കിങ്ങനെ നമ്മുടെ കൂടെയുള്ളവരെ പോലെ എപ്പോഴും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് അതിലൊരു ഏറ്റക്കുറച്ചിലുകളുണ്ടാവും നമ്മളോടുള്ള പെരുമാറ്റത്തിന്റെ രീതിയൊക്കെ അനുസരിച്ച്. ഞാൻ ഓർക്കാറുണ്ട് ഈശോ ഞാനിങ്ങനെ എന്റെ ഓർത്താലും ഈശോ ഞാൻ ശരിക്കും ഒരു പൊട്ടിപ്പെണ്ണ. ഈശോയ്ക്ക് അല്ലാതെ വേറെ ആർക്കും എന്നെ മനസ്സിലാവുകയല്ല. എന്റെ എല്ലാ കുരുത്തക്കേടുകളും എന്റെ കുറവുകളും എല്ലാം അറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് അല്ലാതെ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല. അതെനിക്ക് 100 അല്ല 1000 അല്ല അതിലപ്പുറം തവണ എനിക്ക് ഉറപ്പാ. എന്നെ ഇതുപോലെ സ്നേഹിക്കാനും എന്നെ ഇതുപോലെ കരുതാനും എന്നെ ഇതുപോലെ പ്രണയിക്കാനും എന്റെ ഈശോയ്ക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. അപ്പം എന്റെ ജീവിതത്തില് അങ്ങനെ പല എന്താ പറയാ നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വന്നപ്പോ പോലും ഈശോ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാ ശരിക്കും പിടിച്ചു നിർത്തിയത് എല്ലാ സ്ഥലത്തും. പിന്നെ ഇങ്ങനെ ഒത്തിരി സങ്കടമൊക്കെ വന്നു കഴിയുമ്പോഴേ എല്ലാരും ഇങ്ങനെ നമുക്ക് ചിലപ്പോ ഇങ്ങനെ നമ്മളോ ഒറ്റയായി പോയി എന്നൊക്കെ തോന്നുവേ. അപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ഈശോയെ ഞാനിങ്ങനെ പ്രണയിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ എന്താ പറയാ, നമുക്കിങ്ങനെ ഒരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുമ്പം അല്ലെ ഭയങ്കര സങ്കടമൊക്കെ വരുമ്പം കണ്ണടച്ചു നിന്നിങ്ങനെ എന്റെ ചങ്കോട് ഇങ്ങനെ കൈ ചേർക്കുമായിരുന്നു. ചങ്കോട് ഇങ്ങനെ കൈ ചേർത്ത് കഴിഞ്ഞേ ആ മിടിപ്പിങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കും, ഉണ്ട് 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 അത് കൂടെ ഉണ്ടെന്നേ, എന്തിനാ വെറുതെ, കൂടെയുണ്ട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല. ആ മിടിപ്പ് അങ്ങനെയാ, കൂടെയുണ്ട് പൊതിച്ചു പിടിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടെ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാളും വലിയതാണല്ലേ. ഇത്രയും വലിയ സ്നേഹമുള്ളപ്പോ പിന്നെ നമുക്ക് എന്താ പറയാ വേറെ ഒന്നുമായിട്ട് തോന്നുകയല്ലേ. ഞാൻ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തില അംഗമായിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ എന്നോട് വിശുദ്ധ കുർബാന എന്താണ് എന്ന് ചോദിച്ചാ എനിക്ക് പറയാനുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ, എന്നോട് എന്റെ ഈശോയ്ക്കുള്ള പ്രണയമാണ്. എന്റെ ഈശോയ്ക്ക് എന്റെ അപ്പന് എന്നോടുള്ള പ്രണയമാണ് വിശുദ്ധ കുർബാന. അതിലപ്പുറം വലിയ തിയോളജി ഒന്നും എനിക്ക് പറയാനില്ല. എന്നോടുള്ള പ്രണയമാണ്. അല്ലെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ സ്വന്തം രൂപവും ഇതുമെല്ലാം വെടിഞ്ഞ് അത്രയും ചെറിയൊരു അപ്പത്തിലെ മൊത്തമായിട്ട് അങ്ങ് ആവാഹിച്ച് എന്താ പറയാ എന്നെ ഇങ്ങനെ കാത്തിരിക്കുക സക്രാരിയിലെ. ഞാനിങ്ങനെ എന്റെ സന്യാസം എന്താന്ന് ആര് ചോദിച്ചാലും ഞാൻ പറയും, എനിക്ക് എന്റെ ഈശോയോടുള്ള പ്രണയവാ എന്റെ സന്യാസേ. സക്രാരിയിൽ ഇങ്ങനെ ഞാൻ വരുന്ന ഇങ്ങനെ കാത്തിരിക്കും ഈശോയെ. ഓരോ സമയത്ത് എപ്പോഴാ വരുന്നേ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഭയങ്കര രസമാണ്. നമുക്ക് എന്താ പറയാ, നമ്മൾ എന്ത് സങ്കടമുള്ള സമയത്താണെങ്കിലേ നമുക്കിങ്ങനെ എന്നെ കാത്ത ഒരാൾ അവിടെ ഇരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഇങ്ങനെ ഒരൊറ്റ ഓട്ടമായിരിക്കും അങ്ങോട്ട്. സക്രാരിയില് എന്നെ കാത്തിരിക്കുന്ന എന്റെ ഈശോയുണ്ട്. ആ ഒരു എന്റെ കൂടെ നടക്കുന്ന ഒരു 33-കാരനുണ്ടല്ലോ, ആ ഈശോയോടുള്ള പ്രണയം അത് എന്താ പറയാ ഒരു ഭയങ്കര രസമാണ്, ഭയങ്കര ത്രില്ലാ അതിങ്ങനെ അനുഭവിച്ചു കഴിയുമ്പോഴേ. അപ്പൊ നമുക്കിങ്ങനെ കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നും. നമുക്ക് തെറ്റൊക്കെ പറ്റൂ കേട്ടോ, എപ്പോഴും അങ്ങനെ നിൽക്കാനൊന്നും പറ്റിയല്ലേ. പക്ഷെ എന്ത് സാഹചര്യം വന്നാലും
എന്റെ ഈശോയെ ഞാനിങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നെ വിടല്ലേ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. ഞാൻ ഈശോയെ ഞാൻ അങ്ങയുടെ കയ്യെ പിടിക്കുന്നു എന്നൊന്നും ഞാൻ പറയല്ല, കാരണം എനിക്ക് എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെ പറയും, ഈശോയെ ഈശോയുടെ കൈ ഇങ്ങനെ എന്റെ കൈ പിടിച്ചിട്ട് എന്റെ കൈ പൊതിഞ്ഞു പിടിച്ചോണ്ട് പോണേന്ന്. എന്റെ കുഞ്ഞു കൈയാ, എന്റെ കൈ ഈശോയുടെ കൈ ഊർന്നു പോരാ. പക്ഷെ ഈശോ പിടിക്കുമ്പോ ഒരിക്കലും അത് പോരുകയല്ല. ഈശോ അത്ര ഉറപ്പോടെ ഇങ്ങനെ ചങ്കോട് ചേർത്താ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നേ. പിന്നെ ഞാൻ ഇങ്ങനെ ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിലായതുകൊണ്ട് തന്നെ ശരിക്കും കുർബാന എന്ന് പറയുന്നത് ഈശോ അത്രയും മനസ്സ് മുറിഞ്ഞ് നമുക്ക് തന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഈശോയുടെ ശരീരത്തിന്റെ വീടുകൾ മാത്രമല്ല, ഈശോയുടെ മനസ്സിന്റെ വീടുകള്, ഈശോയുടെ ശരീരത്തിന്റെ വീടുകളെക്കാൾ ഈശോയുടെ മനസ്സിന്റെ വീടുകൾ കാണിക്കുന്ന ഒന്നാ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ കുർബാനയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ആ കുർബാനയുടെ മുന്നിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഈശോയെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു, നമുക്കിങ്ങനെ കുറെ ലിസ്റ്റ് ഉണ്ടാവും നമുക്ക് പറയാൻ വേണ്ടിയിട്ടേ. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവരോടൊക്കെ ഉണ്ട്. എപ്പോഴും ഈ ലിസ്റ്റുമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ പോകരുത് ഈശോയുടെ അടുത്ത്. നമുക്കൊരു പ്രണയമുള്ള ആളുടെ അടുത്ത് എപ്പോഴും നമ്മൾ പറയുമോ? ഒരു ട്രൂ ലവ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എനിക്ക് ഇന്ന സാധനം വേണം, ആ സാധനം വേണം എന്നൊക്കെ പറയുമോ? പറയില്ല. അപ്പം അത്രയും നമുക്ക് അങ്ങനെ പ്രണയം ഉണ്ടെങ്കിൽ, ഈശോയോട് ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് ഏതിനെങ്കിലും പോകരുത് ഈശോയുടെ അടുത്ത്. ചുമ്മാ പോയിരിക്കണമെന്നേ, ചുമ്മാ പോയിരുന്നിട്ടേ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഈശോ ഞാനങ്ങനെ സ്നേഹിക്കുന്ന ഈശോയെ, ഈശോ ഞാനേ സ്നേഹിക്കും, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈശോ അങ്ങനെയൊക്കെ പറയണം. ഭയങ്കര ഇഷ്ടമാണ് ഈശോയ്ക്ക് അതൊക്കെ കേൾക്കാനേ. ഒരു ചക്കരി ഈശോയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈശോയെ എന്നൊക്കെ പറയണം. നമ്മൾ ഈശോയെക്കാളും വലിയ ആളായിട്ട് ഭയങ്കര മസിൽ പിടിച്ച പോയിരിക്കുക ചാപ്പലില്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കുറെ ലിസ്റ്റ് ആയിരിക്കും. എനിക്കത് വേണം, എനിക്കിത് വേണം, ഇന്നയാളുടെ കാര്യം ഇന്നതുണ്ട്, അതൊക്കെ പറയണം. എല്ലാ പ്രാർത്ഥനകൾക്കും അതിൻ്റെതായതുണ്ട്. പക്ഷെ പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ടേ കർത്താവിനോട് ഇങ്ങനെ ചേർന്നിരിക്കാനുള്ള ഒരു സമയം വേണം. നമ്മുടെ ജീവിതത്തിൽ സങ്കടമൊക്കെ ഉണ്ടാവും, ഒത്തിരി സങ്കടം ഉണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ എപ്പോഴും മനസ്സിലോർക്കുന്ന ഒരു കാര്യമുണ്ടേ, ഞാൻ ഒരു സമർപ്പിതയാണ്. അതും വിശുദ്ധ കുർബാനയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട ഒരു സമർപ്പിതയാണ്. ഞാനിനി മനസ്സിലോർക്കുകയെ ഒത്തിരി സങ്കടവും പരാതിയൊക്കെ വരും. പക്ഷെ ഞാൻ മനസ്സിലോർക്കുകയെ ഈശോയെ മനസ്സ് മുറിഞ്ഞ് വേദന എടുത്ത് കുർബാനയായി തീർന്നവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവളാണ്. ഇത്രയും മനസ്സ് മുറിഞ്ഞ് സങ്കടപ്പെട്ട് കുർബാനയായി തീർന്നവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവളാ. അപ്പം ചെറിയ ചെറിയ പരാതികൾ വരുമ്പം, ചെറിയ ചെറിയ സങ്കടം വരുമ്പം ഞാൻ പരാതിപ്പെടാൻ പാടുണ്ടോ? അത്രയും മനസ്സ് മുറിഞ്ഞ് അത്രയും മനസ്സ് മുറിഞ്ഞിട്ട് പോലും എന്നെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടു നടക്കുന്ന ഒരാളാ. അപ്പൊ ഞാൻ പരാതിപ്പെടാൻ പാടുണ്ടോ? അതൊക്കെ എന്റെ ഈശോയ്ക്ക് എന്നോടുള്ള പ്രണയമാണ് തിരിച്ചറിയാനുള്ള വലിയൊരു കൃപ വേണം. ഞാൻ മനസ്സിൽ ഈശോ അതൊക്കെ എന്റെ ഈശോയ്ക്ക് എന്നോടുള്ള പ്രണയമാണ്. എല്ലാം ഈ കാണുന്നില്ല, എന്റെ ജീവിതത്തിലേക്ക് എന്ത് വന്നാലും അതെല്ലാം എന്റെ ഈശോയ്ക്ക് എന്നോടുള്ള പ്രണയമാണ്. ആ പ്രണയത്തില് ആഴപ്പെട്ട് ജീവിക്കാനുള്ള കൃപ തരണേന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വിശുദ്ധ കുർബാനയിലാണെങ്കിലേ ഞാനിങ്ങനെ ഓർക്കും, നമുക്ക് എന്തോരം, നമ്മൾ എത്ര കുമ്പസാരിച്ചാലും എന്തോരം ഒരുങ്ങിയാലും ഈശോയുടെ പരിശുദ്ധിക്ക് മുമ്പില് ഒന്നുമല്ല. ഈശോയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ പോയിട്ട് ഈശോയെ ഞാനെങ്ങനെ പ്രണയിക്കുന്നു, എനിക്ക് ഈശോയായിട്ട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈശോയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ ഒന്നുമല്ല. എന്നിട്ട് പോലും ഞാനിങ്ങനെ ഓർക്കുവേ, എല്ലാ കുറവുകളും ഇങ്ങനെ മാറ്റി പിടിച്ച് വേറെ ആരും അറിയാതെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുപോകും. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും പോയി കഴിയുമ്പോൾ ഈശോ അത്രയും സർവശക്തനാ, അത്രയും ശക്തിയുള്ള ഒരാളാ. എല്ലാ ദിവസവും പോയി കഴിയുമ്പോൾ പോലും ഒരു ദിവസം പോലും ഇങ്ങനെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ നാവിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേ ഒരു ദിവസം പോലും ഈശോ ഇങ്ങനെ പറഞ്ഞ് നിനക്ക് ഇന്ന് എന്നെ സ്വീകരിക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് നിന്നിലേക്ക് ഞാനിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് പറന്നു പോവാറൊന്നുമില്ല. നമുക്ക് ആ നമ്മുടെ കുറവുകളുടെ മേലും നിറവായിട്ട് വരാൻ വേണ്ടിയിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസം ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈശോയെ എനിക്ക് എന്റെ ബലഹീനതകൾ മാത്രമേ ഉള്ളൂ തമ്പുരാൻ അങ്ങയുടെ മുമ്പില്. അത് ബലഹീനതകൾ കൊണ്ടൊരു പ്രണയം, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്റെ അടുത്ത് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. പക്ഷെ എന്നാ പോലും ഇങ്ങനെ ഓരോ നിമിഷവും എന്റെ നാവിലേക്ക് ഓരോ ദിവസവും വന്ന് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈശോ ഇങ്ങനെ പറയുന്നത്, നിനക്ക് എന്റെ കൃപ മതി. മറ്റുള്ളവരെ ഒന്നും കാണിക്കാതെ, മറ്റുള്ളവരോടൊന്നും നമ്മുടെ കുറവുകളൊന്നും കാണിക്കാതെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് നടക്കാനേ നിനക്ക് എന്റെ കൃപ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്ന ഒരു സ്നേഹം. അത് ഇങ്ങനെ വേറെ ആരും നമ്മളെ അങ്ങനെ കൊണ്ടു നടക്കില്ല, വേറെ ആരും നമ്മളെ അങ്ങനെ മനസ്സിലാക്കുകയില്ല, ആരും കൊണ്ടു നടക്കില്ല. ആരെന്ത് ചോദിച്ചാലും എനിക്കത് പറയാൻ വേറെ അത് ആ ഒരു സ്നേഹം അറിഞ്ഞു കഴിയുമ്പം ഇതാണ് ജീവിതം. വേറെ ഈ ലോകത്തിലുള്ള എന്ത് ഒന്നുമല്ല. ഇപ്പം എത്ര വലിയ നിധി കിട്ടിയാലും കാര്യമൊന്നുമില്ല. നമുക്ക് ഈശോയായിട്ടുള്ള ആ ഒരു ഇന്റിമസി, ആ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ആ ഒരു
എന്താ പറയാ, എനിക്ക് വാക്കറിയില്ല. ആ ഒരു എന്താ പറയാ, ഒരു പ്രണയം നമുക്ക് കിട്ടിയില്ലെങ്കിലേ, ഞാനിങ്ങനെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഉത്തമഗീതത്തിലെ ഒരു വചനമുണ്ടേ, വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എന്റെ പ്രാണപ്രിയൻ, അതിന്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നത്. ആ ഒരു ആനന്ദത്തോടെ ഇങ്ങനെ ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട്, ആനന്ദത്തോടെ ഈശോയുടെ ചോട്ടിൽ പോയിരിക്കാനേ, ഒന്നും പറയണ്ട. ഈശോ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കണം ഈശോയെ. ഒന്നും പറയാനൊന്നും വേണ്ട, ഈശോയ്ക്ക് അറിയാലോ നമ്മളെ. കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്ന് ഈശോയ്ക്ക് കേൾക്കാനുള്ളതൊക്കെ കേട്ട്, ഈശോയുടെ ഇങ്ങനെ അവസാനം പോകുമ്പോൾ ഈശോയെ ഉമ്മ, ഈശോ ഞാനെങ്കിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോന്നു കഴിയുമ്പോൾ പതിയെ പതിയെ ഈശോയോടുള്ള പ്രണയം, അല്ലെങ്കിൽ എന്താ പറയാ, ഈശോ ഇങ്ങനെ ഉള്ളിലിരുന്ന് ഇങ്ങനെ തുടിക്കുന്നേ. നമ്മുടെ ഉള്ളിലിരുന്ന് ഈശോ ഇങ്ങനെ പ്രണയത്തോടെ തുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആരോടും നമുക്ക് മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഉള്ളിലിരുന്ന് തുടിക്കുന്നവനെ, ഉള്ളിലിരുന്ന് തുടിക്കുന്നവനൊന്നും തന്നെ സമ്മതിക്കല്ല. നമ്മളിങ്ങനെ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ കൂടെയുള്ളവരോട് എന്തെങ്കിലും ഒരു മോശപ്പെട്ട് പറയണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓർത്തോ, ഈശോയുടെ തുടിപ്പ് അവിടെ കുറഞ്ഞു. രാവിലെ ഞാൻ ഈശോയെ സ്വീകരിച്ചത്, ഈശോയുടെ തുടിപ്പ് അവിടെ കുറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഓരോ ദിവസവും സ്പെഷ്യൽ ആക്കാൻ, ഓരോ ദിവസവും സ്പെഷ്യൽ ആയിട്ട് ഈശോ എനിക്ക് തരുന്നത്. അപ്പം ആ ഓരോ ദിവസവും എന്നെ അത്രയും സ്പെഷ്യൽ ആയിട്ട് കാണുന്ന കർത്താവിനോട് അത്രയും സ്നേഹത്തോടെ, അത്രയും പ്രണയത്തോടെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട്, നമ്മൾ ഈ മുല്ലപ്പൂമാലയൊക്കെ കോർക്കില്ലേ, അതുപോലെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഓരോ ദിവസവും ഈശോ ഇന്ന് സ്പെഷ്യലാ, അല്ലെങ്കിൽ ഇന്ന് ഈ കാര്യം സ്പെഷ്യൽ ആട്ടോ, ഈശോ ഇന്ന് ഈ കാര്യം സ്പെഷ്യൽ ആട്ടോ എന്നൊക്കെ പറഞ്ഞേ, അങ്ങനെ അങ്ങ് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ ഈ ഒന്നിനും വേണ്ടിയല്ലാതെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഈശോയെ ഒന്നിനും വേണ്ടിയല്ലാതെ എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം, നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണേ. ഈശോയെ ഒന്നിനും വേണ്ടിയല്ലാതെ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം, നിന്നെ സ്നേഹിക്കാൻ കൃപ തരണമെന്ന് നമ്മള് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ദിവസത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ, ഞാൻ ഈശോയുടെ കൂടെയാണോ, ഈശോയോടുള്ള ആ പ്രണയം എന്റെ എല്ലാവരിലേക്കും, ഞാൻ അറിയുന്ന എല്ലാവരിലേക്കും എന്റെ ഉള്ളിൽ തുടിക്കുന്ന ഈശോയുടെ പ്രണയം, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് തുടിച്ചിരിക്കുന്ന ഈശോയുടെ പ്രണയം ഇങ്ങനെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വലിയ കൃപ, ആ ഒരു കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണ്ടേ ശരിക്കും. അല്ലാതെ നമുക്ക് എല്ലാത്തിനും പ്രാർത്ഥിക്കണം, രോഗശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതൊക്കെ തരുന്നവൻ കൂടെ ഉണ്ടെങ്കിലോ, നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മളൊരു കൊട്ടാരത്തിൽ ചെന്ന് അവിടെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാൻ രാജാവ് പറഞ്ഞു. അപ്പം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മളങ്ങ് എടുക്കുക. ഇവിടെ നിങ്ങൾ തൊടുന്നതല്ല, നിങ്ങൾ ഇഷ്ടമുള്ളത് എടുക്കുന്നതല്ല നിങ്ങൾക്കായിരിക്കും. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഒരാൾ പോയി രാജാവിനെ സ്വന്തമാക്കുക. അപ്പൊ ആർക്കാ ഏറ്റവും ഇത്? ഈ സാധനങ്ങളെല്ലാം രാജാവിനെയാണ്, പക്ഷെ രാജാവിനെ സ്വന്തമാക്കിയവരല്ല അതിന് വലിയതാവുന്നത്. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങള്, അനുഗ്രഹങ്ങളൊക്കെ വേണം ചോദിച്ചു മേടിക്കണം, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ നീ എന്റെ കൂടെ മതി, വേറൊന്നും വേണ്ടെന്നേ. ഈശോയെ നീ എന്റെ കൂടെ മതി, ഈശോയെ നീ എന്റെ കൂടെ മതി, വേറൊന്നും വേണ്ട, എന്റെ കൂടെ വരണേ എന്നുള്ള ആ ഒരു കൃപയില് നിറയാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രസൻസ്, അതിങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ ആ ഒരു പ്രസൻസ് ഉള്ളപ്പോ ഉണ്ടല്ലോ, നമ്മുടെ ചങ്കിൽ എപ്പോഴും ഒരു ഇടുപ്പായിരിക്കും. ഞാൻ എന്റെ ഈശോയുടെ പ്രണയത്തിന് വേണ്ടി എന്താ ചെയ്യാ, എന്റെ ഈശോ ഇങ്ങനെ എന്നെ പ്രണയിക്കുമല്ലോ, ഇങ്ങനെ ഞെക്കി പീച്ചി നമുക്കിങ്ങനെ ഭയങ്കര സ്നേഹം തോന്നുവേ, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും നമുക്ക്. ഇങ്ങനെ ഞെക്കി പീച്ചി ഇങ്ങനെ സ്നേഹിക്കുമ്പോ എനിക്ക് ഈശോയെ ഇങ്ങനെ ഒരു കുറവും ഇല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ കൂടുതലായി ഈശോ സ്നേഹിക്കുക. കുറച്ചൊന്നുമല്ല, നമുക്കാണ് അങ്ങനെ ഒരു മാറ്റമൊക്കെ. ഈശോ അങ്ങനെയൊന്നുമല്ലോ, കുറച്ചൊന്നുമല്ല, കൂടുതലായി സ്നേഹിക്കുക. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും, അവിടെ വെച്ച് ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കുന്നു. അപ്പൊ ആ ഒരു ഇന്റിമസി ഈശോയുടെ കൂടെ ഉണ്ടാവുമ്പോഴേ എന്താ പറയാ, ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് പോവാന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഈശോയുടെ കൂടെ സ്മൂത്ത് ആയിട്ട്. അപ്പൊ ഇടയ്ക്ക് ഈശോ കുരിശ് മരിച്ചോണ്ടല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നിരപ്പായ പാതയല്ല, ഈശോ കുരിശ് വരുന്നോണ്ട് ചാരാൻ നമുക്ക് ഈശോയുടെ തോളുണ്ട്, പ്രണയിക്കാൻ ഈശോയുണ്ട്, നമ്മളെ പ്രണയിക്കാൻ ഈശോയുണ്ട്, ഈശോയെ പ്രണയിക്കാനും നമ്മുടെ ഹൃദയം അതിനുവേണ്ടി പ്രാപ്തമാണ്. അപ്പൊ അതിനുള്ള ഈശോയുടെ ചങ്കാവാൻ വേണ്ടിയിട്ട്, ഈശോയുടെ ആ ചങ്കെടുപ്പ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.